ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. ഞാനിപ്പോൾ നാട്ടിൽ എൻ്റെ വീട്ടിലാണ്. അപ്പം നമ്മൾ ഇവിടുത്തെ കുറച്ച് വിശേഷം ഇന്ന് എന്തൊക്കെയാണ്. ഇതെനിക്ക് ആക്ച്വലി ഒരു കല്യാണമുണ്ട്. നല്ല സൗണ്ടല്ലേ? ഇന്നെനിക്കൊരു കല്യാണമുണ്ട്. അപ്പം കല്യാണത്തിനാണ് പോണത്. ഒക്കെയാണ് ഇന്നത്തെ വ്ളോഗിൽ വരുന്നത്. സോ അപ്പോൾ നമുക്ക് ബാക്കി വീഡിയോസൊക്കെ കാണാം. എൻ്റെ വീട്ടിലെ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു കംഫർട്ട് സോൺ എന്നൊക്കെ പറയാമല്ലോ, ഒരു സ്പേസാണ്. സിറ്റ് ഔട്ടാണ് എൻ്റെ ഫേവറേറ്റ് സീറ്റിംഗ് ആണ്. ഇവിടെ നിന്ന് കാണുമ്പോൾ ദേ നോക്കിയേ, ഇങ്ങനത്തെ ഒരു വ്യൂ ആണ്. ആൻഡ് മൈ ഗോഡ്, ദെയർ ഓക്കെ, മൈ മോം കോളിങ്. ആൻഡ് ഇതാണ് എൻ്റെ പൂച്ചക്കുട്ടികൾ. അതിൽ ആ ഒരു എന്താണ്, ഒരു യെല്ലോയിഷ് കണ്ടോ? ഇറ്റ്സ് മൈ ഫേവറേറ്റ് വൺ. ഇതൊക്കെയാണ് എൻ്റെ ഇവിടുത്തെ കാഴ്ച. അപ്പോഴാണ് എൻ്റെ വാപ്പമ്മ പോകുന്നുണ്ട്. വാപ്പ മീൻസ് വാപ്പാരുടെ ഉമ്മ. അങ്ങനെ വാപ്പമ്മയെ വിളിച്ച് ഹായൊക്കെ പറഞ്ഞു. ഇതാണ് എൻ്റെ വീട്. ദിസ് മൈ ഹോം. ഉമ്മച്ചി കാണിച്ചുതരാം. ഉമ്മച്ചി കിച്ചണിലാണ്. ലൈറ്റ് കുറച്ച് കുറവാണ്. ഹായ് പറയേ. പിന്നല്ലാതെ തലയിലിടാതെ യൂട്യൂബ് ചാനല്. ഹായ് ഹായ്. ഉമ്മച്ചി നമുക്ക് വേണ്ടിയിട്ട് ചായ ഇടുന്നുണ്ട്. ഉമ്മച്ചി നന്നായിട്ട് കുക്ക് ചെയ്യും. ഞാൻ ഉമ്മച്ചിക്ക് കുക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, അപ്പം അതാണ് മൈ മോം. വാപ്പിച്ച എവിടെയൊന്നും കണ്ടില്ല. വാപ്പിച്ച വരുമ്പോൾ വാപ്പിച്ച ഞാൻ കാണിക്കുന്നതാണ് ഗൈസ്. അപ്പോൾ അടുത്ത് നമുക്ക് ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ചിട്ട് റെഡി ആവണം. എന്നിട്ടൊക്കെ കാണാം. ബൈ. ബ്രേക്ക്ഫാസ്റ്റിന് നമ്മൾ കഴിച്ചത് ഒറട്ടിയും എഗ്ഗ് കറിയുമാണ്. മൈ ഫേവറേറ്റ് വൺ. ഹലോ ഗൈസ്, ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. ആൻഡ് ദിസ് ഈസ് ഹിസ് ഫൈനൽ ലുക്ക്. ഹായ് പറയും. ഹായ്. ഓക്കെ, പറ്റി ഉമ്മച്ചി റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇന്നിപ്പോൾ വരും. എല്ലാവർക്കും എൻ്റെ ഡ്രസ്സ് ഇഷ്ടപ്പെട്ടുണ്ട്. എൻ്റെ ഫൈനൽ ലുക്ക്. അവന് ഞാൻ സെയിം കളർ ഡ്രസ്സൊക്കെയാണ്. അങ്ങനെ നമ്മൾ കല്യാണത്തിലോട്ട് പോവുകയാണ്. വീടിനടുത്ത് തന്നെയാണ് ഓഡിറ്റോറിയം. അങ്ങനെ ഞാൻ ഏതൊക്കെയോ കാണിക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളിത് ഓഡിറ്റോറിയത്തിലെത്തി. അങ്ങനെ അവിടെ ഇരുന്നു. അപ്പോൾ എൻ്റെ സ്കൂളിൽ പഠിച്ച എൻ്റെ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതലുള്ള എൻ്റെ കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാരായിട്ട് ഇവളെ കണ്ടു. ഞങ്ങളങ്ങനെ കുറേ സംസാരിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു, ഫുഡ് കഴിക്കാൻ പോയി. നല്ല ബീഫ് ബിരിയാണി ഉണ്ടായിരുന്നു ഗൈസ്. ബീഫ് ബിരിയാണിയും നല്ല സാലഡ് ഉണ്ടായിരുന്നു. അതെല്ലാം കൂടെ കൂട്ടി കഴിച്ചു. നമ്മൾ കല്യാണമൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വന്നിട്ടുണ്ട്. ഇനിയിപ്പം നമ്മളിവിടെ നിന്ന് വേറെ സ്ഥലത്ത് പോവാണ്. അത് പിന്നെ കാണിക്കാം. പറ്റി വീട് കാണിക്കാം. അപ്പോൾ ഇതാണ് വാപ്പ നമ്മുടെ പൂച്ചക്കുട്ടീനായിട്ട് കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉമ്മച്ചി കല്യാണം കഴിഞ്ഞ് റെസ്റ്റ് എടുക്കുന്നുണ്ട്. ആൻഡ് മൈ അനിയൻ. പിന്നെന്താ, പിന്നെ ഞാൻ എന്തൊക്കെയോ അവരുടെ അടുത്ത് സംസാരിക്കുകയാണ്. ഹി ഓൾസോ ഹൈഡിങ്. ഓക്കെ, വീണ്ടും എൻ്റെ പൂച്ചക്കുട്ടി, എൻ്റെ ഫേവറേറ്റ് പൂച്ചക്കുട്ടി കേട്ടോ. ഞാൻ എപ്പോഴും ഇവിടെ നിന്ന് തിരിച്ചു പോകുമ്പോൾ മിസ് ചെയ്യുന്ന അവനെയാണ്. അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഞാൻ നേരത്തെ പറഞ്ഞോളാം, നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മളിനി നേരെ പോകുന്ന മേ ബി പൂവാർ ഐലൻഡ് ആയിരിക്കാം. പൂവാർ ഐലൻഡ് ആയിരിക്കാം മോസ്റ്റ് പ്രോബ്ലി നമ്മൾ പോകുന്നത്. അപ്പം നമ്മളിപ്പോൾ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് അവിടെ പോയിട്ട് അങ്ങോട്ടുള്ള കാര്യങ്ങൾ കാണാം. അങ്ങനെ ഞങ്ങൾ എവിടെ എത്തി? വിഴിഞ്ഞത്താണ് വന്നത്. പൂവാർ പോകാൻ പറ്റിയില്ല. വിഴിഞ്ഞത്ത് ഹാർബറൊക്കെ വന്നതുകൊണ്ട് നമ്മൾ വിചാരിച്ചു ഇവിടെ പോകാമെന്ന് വിചാരിച്ചു. വിഴിഞ്ഞത്ത് പോയി. പക്ഷേ ബീച്ചിലൊന്നും ഇറങ്ങാൻ പറ്റിയില്ല. ഞങ്ങളങ്ങനെ അവിടെ നിന്നിട്ട് നമ്മുടെ പുതിയ ഹാർബറും നമ്മുടെ പുതിയ പോർട്ടും നമ്മുടെ മറ്റേ അവിടെ നിന്ന് ബോട്ടും കപ്പലൊക്കെ പോകുന്നതൊക്കെ കണ്ടിട്ട് തിരിച്ച് വന്നു അവിടെ നിന്ന്. കാരണം ഇറങ്ങാനും പറ്റിയില്ല. അങ്ങനെ ഞങ്ങളത് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. അവിടെ നിന്ന് തിരിച്ചു വന്നു. നമ്മൾ ആക്ച്വലി മീനൊക്കെ മേടിക്കാമെന്ന് പറഞ്ഞ രീതിയിലാണ് പോയത്. പക്ഷെ ഒന്നും നടന്നില്ല. പിന്നെ തിരിച്ചു വരുന്ന വഴിയിൽ ചായ കുടിക്കാൻ കയറി. കേക്ക്, സമൂസ, അങ്ങനെ കുറേ കടികളുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ നിന്നൊരു ചായയും കേക്കും കഴിച്ചു. പക്ഷെ കേക്ക് ഒട്ടും കൊള്ളൂലായിരുന്നു.
അങ്ങനെ പിന്നെ അതൊക്കെ കഴിച്ചിട്ട് പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ പോയത് ശംഖുമുഖത്താണ്. ശംഖുമുഖത്ത് ഓണത്തിൻ്റെ ഒരു ഓണം സെലിബ്രേഷനാണ്. നമ്മൾ ട്രിവാൻഡ്രത്ത് എപ്പോഴും ഈ ഓണാഘോഷ പരിപാടിയാണല്ലോ. ലൈറ്റിൻ്റെ കാര്യം എനിക്കറിയില്ല, ഞാൻ ഇത്തവണ നമ്മുടെ മ്യൂസിയം ഭാഗത്ത് പോയില്ല. പക്ഷേ ശംഖുമുഖത്ത് നല്ല പരിപാടീസ് ഉണ്ടായിരുന്നു. നൈറ്റൊക്കെ ആകുമ്പോൾ ഫുള്ളി വൈബാണ്. അങ്ങനെ ഒരുപാട് കടകളും നല്ല രസമായിട്ട് ഒരുപാട് ക്രൗഡായിട്ടുള്ളൊരിതായിരുന്നു. അപ്പോഴാണ് ഒരു ചേച്ചി അവിടെ ഇരുന്ന് പാട്ട് പാടുന്നത് കണ്ടത്. അപ്പോൾ ഞാനത് കട്ട് ചെയ്തിട്ടില്ല. അങ്ങനെ ആ പാട്ടൊക്കെ കണ്ട് നന്നായിട്ട് അവർ പാടി കേട്ടോ. അങ്ങനെ പാട്ടൊക്കെ കണ്ടിട്ട് ഞങ്ങൾ നേരെ സൺസെറ്റ് കാണാമെന്ന് പറഞ്ഞിട്ട് വന്നു. നിറയെ ആൾക്കാരായിരുന്നു. എങ്ങനെ എക്സ്പ്രസ് എ ഗുഡ് ടൈം, നിറയെ ആൾക്കാർ. എൻ്റെ കണ്ണെപ്പോഴും ആകാശക്കപ്പലിലോട്ടാണ്. ആകാശക്കപ്പലിൽ കയറണം എന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നല്ല രസമായിരുന്നു അവിടെ. നമ്മുടെ നാട്, നമ്മുടെ ആൾക്കാർ, ആ ഒരു ഫീലിങ്സാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കുറേ നേരം നിന്ന് സൺസെറ്റൊക്കെ കണ്ടിട്ട് നേരെ ആകാശക്കപ്പലിൽ കയറാൻ വേണ്ടി പോയി. ആകാശക്കപ്പലിൽ കയറാൻ വേണ്ടിയിട്ട് ഭയങ്കര എക്സൈറ്റ്മെൻറ്റിൽ പോയി നിൽക്കുകയാണ്. അപ്പോൾ അടുത്ത് ഉമ്മായും അനിയനും കൂടിയിട്ട് അവർ മരണക്കിണറിൽ കയറാമെന്ന് പറഞ്ഞാൽ അവർ പോയി. അങ്ങനെ ഞങ്ങൾ മൂന്നുപേരും ഭയങ്കര ധൈര്യശാലികളായിട്ട് ഞങ്ങളിങ്ങനെ ആകാശക്കപ്പലിൽ കയറാൻ പോയി. ആകാശക്കപ്പലൊക്കെ കയറി പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ശംഖുമുഖത്ത് നിന്ന് ഇറങ്ങി നേരെ പോയത് മന്തി മഞ്ചിലാണ്, കഴക്കൂട്ടത്തെ. അവിടെ പോയി നമ്മുടെ ആ സൂഷ്യൽ മന്തി ഓർഡർ ചെയ്തു. ഞാൻ പറയുന്നത് വെച്ചാൽ ട്രിവാൻഡ്രത്തെ ബെസ്റ്റ് ഓഫ് മന്തീസിൽ വരുന്ന ഒരു മന്തി ഹൗസാണ് മൻസിൽ മന്തി. അങ്ങനെ അവിടെ നിന്ന് പെരി പെരി മന്തിയൊക്കെ കഴിച്ചു. പിന്നെ അവിടെ നിന്ന് തന്നെ കിട്ടുന്ന നല്ല ലെമൺ ടീ ഒക്കെ കുടിച്ചു. അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ ദിവസം എൻഡ് ആക്കിയിരിക്കുകയാണ്, നമ്മുടെ സ്വന്തം കഴക്കൂട്ടം. ഓക്കെ, അപ്പം ഇത്രയൊക്കെയാണ് ഇന്നത്തെ എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണു. ബൈ ബൈ ബൈ.